കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മട്ടന്നൂർ പഴശ്ശി കന്നാട്ടുംകാവിൽ നിർമ്മിച്ച സർക്കാർ ആയുർവേദ ആശുപത്രി ഉദ്ഘാടനത്തിനൊരുങ്ങി. ഫെബ്രുവരി 20 വൈകിട്ട് 3 മണിക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 17 കോടി രൂപ ചെലവഴിച്ചാണ് 50 കിടക്കകളുള്ള ആയുർവേദ ആശുപത്രി നിർമ്മിച്ചത്. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിൽ 5 നിലകളുള്ള ആശുപത്രി കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 3 നിലകളിൽ നിർമ്മാണം പൂർത്തിയായി. ആയുർവേദത്തിനാണ് പ്രാധാന്യമെങ്കിലും മറ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് പണം നൽകിയും ആധുനിക ആയുർവേദ ചികിത്സ ലഭ്യമാക്കും. വിമാനത്താവളത്തിന് തൊട്ടടുത്ത പ്രദേശമായതിനാൽ കേരളത്തിന്റെ പാരമ്പര്യ ചികിത്സയായ ആയുർവേദത്തെ തേടിവരുന്ന ആഭ്യന്തര വിദേശ യാത്രികർ കൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താഴത്തെ നിലയിൽ OP അടക്കമുള്ള സംവിധാനങ്ങളും 1ഉം 2ഉം നിലകളിൽ വാർഡുകളുമാണ് ഉണ്ടാകുക. കേന്ദ്ര പദ്ധതി പ്രകാരം ആദ്യം 9 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരുന്നത്. ഇത് തികയാതെ വന്നതോടെ 2 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. പിന്നീട് കേന്ദ്ര സംസ്ഥാന വിഹിതമായി 6 കോടി രൂപയും ചേർന്ന് 17 കോടി രൂപ ചെലവിലാണ് ആശുപത്രി നിർമ്മിച്ചത്. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് മട്ടന്നൂരിന്റെ ആരോഗ്യരംഗത്തിന് കരുത്തേകാൻ ആയുർവേദ ആശുപത്രി അനുവദിച്ചത്. ആയുർവേദത്തിന്റെ പരമ്പരാഗത ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സാ സംവിധാനമാണ് ഇവിടെ ലഭ്യമാക്കുക. നിലവിൽ പഴശ്ശി ബഡ് സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി ഇവിടേക്ക് പ്രവർത്തനം മാറും. ദേശീയ ആയുഷ് മിഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിലാണ് ആശുപത്രിക്കുള്ള പദ്ധതി തയ്യാറാക്കിയത്. പിന്നീട് ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിൽ വിപുലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.